Hello friends, Assalamu alaikum. Welcome back to our channel. മിൽക്കും അതുപോലെ തന്നെ വെർമിസെല്ലി ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണെന്ന്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. അത് മാത്രമല്ല ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചൈനാഗ്രാസിൻ്റെയും ജലാറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മിൽക്കിൻ്റെ ഒരു ക്രീം റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് അടികട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് 3ഉം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഗ്യാസിൽ വെച്ചിട്ട് നല്ല ലോ ഫ്ലെയിമിലാക്കിയിട്ട് ക്രീമി ടെക്സ്ചറിലാവണത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇതിൽ കോൺഫ്ലവറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിപ്പോൾ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അധികം തിക്കാക്കി എടുക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ കുറച്ച് സമയം ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ല കട്ടിയായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആ ക്രീം ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ നല്ല ഫൈനായിട്ടുള്ള വെർമിസെല്ലിയാണ്. ഇതിപ്പോൾ ഞാൻ 150 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതോടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേ അളവിൽ തന്നെ 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരം അത്ര തന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വെർമിസെല്ലി ഉണ്ടല്ലോ, അതൊന്ന് ഇതുപോലെ കുറച്ച് വലിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ബദാം ഒന്ന് ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഓപ്ഷനാണ്, നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലാക്കിയിട്ട് 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മളുടെ വെർമിസെല്ലിയൊക്കെ നല്ലോണം കുക്കായിട്ടുണ്ട്. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കേണ്ടത് നോക്കാം. ഈ ഒരു പാത്രത്തിലാണ് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പോണത്. ഇതിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വെർമിസെല്ലിയിൽ നിന്ന് പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കി വരുന്ന വെർമിസെല്ലി അതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങളെ കയ്യിൽ നട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ മുകളിലായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കഴിക്കുന്ന സമയത്ത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമ്മളുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് നല്ല രീതിയിൽ സെറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പുഡിംഗ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.